കർത്താവായ യേശു തനിക്കുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. നാം കൊണ്ടാടുന്നത് ആ സ്നേഹമാണ്. സ്നേഹമുള്ളവർ കൂടെ നടക്കുവാൻ, കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം എമ്മാനുവലായി നമ്മോടുകൂടി സദാ ഉണ്ടായിരിക്കുവാൻ, ആ സ്ഥാപിച്ച ആ ബലി നിശ്ചയമായിട്ടും സമർപ്പിക്കണമെങ്കിൽ ആട് വേണം. ഏതാനും പേരെ തിരഞ്ഞെടുത്തു, സേവന പുരോഹിതരാക്കി, അച്ഛന്മാരാക്കി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ആ കർത്താവിൻ്റെ അതേ ബലി തുടരുവാനായിട്ട് അച്ഛൻ ആദ്യം പറഞ്ഞതുപോലെ അതിൽ ഭാഗവാക്കുകളാകുന്ന എല്ലാവരും രാജകീയ പുരോഹിതർ ആണ്. മൂന്നാമതായ സ്നേഹം ഉടമ്പടിയിൽ ഉറപ്പിക്കുന്നു. അതെ, ഇത് പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. എങ്ങനെയാണ് ആ ഉടമ്പടി? മുഴുഹൃദയത്തോടെ പൂർണ്ണശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ പരസ്പരവും സ്നേഹിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഓർക്കുന്നു. ഇന്ന് നമുക്കറിയാം ഏപ്രിൽ 2 ഇന്നാണ് വിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതനായ വിശുദ്ധ യോഹന്നാൻ പൗലോസ് രണ്ടാമൻ്റെ ജന്മദിനം. അതെ, ലോകത്തിന് ജീവിക്കുന്ന യേശുവിനെ കൂടുതലായിട്ട് വിശുദ്ധ കുർബാനയിൽ അത് പ്രഘോഷിച്ചവൻ. നമുക്ക് അല്പസമയം ഒന്ന് ധ്യാനിക്കാം ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം. നമുക്ക് കാണാൻ സാധിക്കും, അത് ഈശോ അപ്പം എടുത്ത് വാഴ്ത്തി, ഇത് എൻ്റെ ശരീരമാകുന്നു. അതുപോലെ രക്തമെടുത്ത് വാഴ്ത്തി പറഞ്ഞു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന്. അവരത് കേട്ടു, നേരിട്ട് മുഖത്ത് നോക്കി. അത് എന്നിട്ട് ഈശോ ഓരോരുത്തരുടെയും കയ്യിലേക്ക് അത് കൊടുത്തു. അത് മുക്കി തന്നെ കൊടുത്തു. അത് യൂദാസിനും കൊടുത്തു. നമുക്കറിയാം, ആ രക്തത്തിൽ മുക്കി. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ അതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല ആ നിമിഷത്തിൽ. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ആ കുരിശിൽ ആ യഥാർത്ഥ ശരീരവും രക്തവും വിഭജിച്ച് മുറിച്ച് ചിന്തി തരും എന്നത് ഒരുപക്ഷെ അവർക്ക് മനസ്സിലായില്ല. നമുക്കറിയാം, വിശുദ്ധ കുർബാന, വിശുദ്ധ ബലി എന്ന് പറയുന്നത് അവസാനത്തെ അത്താഴവും കുരിശിലെ യാഗവും ഒന്നിച്ചു ചേരുന്നത് ആണ്. നമുക്കറിയാം, ഈ അത്താഴത്തിന് ശേഷം നമ്മുടെ ഭാഷയിൽ അവസാനത്തെ അത്താഴശേഷം അത് ഈശോ പോകുന്നത് ശിഷ്യരുമൊത്ത് ഗത്സമനിയിൽ ആണ്. ഗത്സമേൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒലിവ് ചക്ക്, ഒലിവ് പ്രസ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ. നമുക്കറിയാം, കൊപ്ര ആട്ടുന്ന ചക്ക് ഇന്നിപ്പോൾ അതില്ല, എല്ലാം യന്ത്രത്തിലൂടെയാണ്. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, എണ്ണയാട്ടുന്ന വാണിയൻ, വലിയ ഒരു ഗുണ്ട് പോലിരിക്കുന്ന, അതിനകത്ത് വലിയൊരു കമ്പ് അല്ലെങ്കിൽ തടി, എന്നിട്ട് കാളെ കെട്ടി ചുറ്റും കറക്കും. അപ്പോൾ ആ തേങ്ങ അല്ലെങ്കിൽ കൊപ്ര അരഞ്ഞ് എണ്ണ ഒരു വശത്ത്, അപ്പുറത്ത് പിണ്ണാക്ക്. ഇതായിരുന്നു അതെ. അതുപോലെയാണ് മുന്തിരിയായാലും ഒലീവായാലും അത് ഉണ്ടാക്കുന്നത് ചക്കിലിട്ട് ആട്ടി. ഒലിവ് ചക്ക് എന്ന അർത്ഥമാണ് അത് ഗത്സമേൻ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം. നമുക്ക് കാണാൻ സാധിക്കും എപ്രകാരം കാൽവരിയിലെ യാഗമായി തീരുവാൻ, അവിടെ തൻ്റെ ചങ്കു മുറിച്ച് നമുക്ക് തരുവാൻ, അഥവാ സ്വർഗീയ അപ്പമായി തന്നെ നൽകുവാൻ, തൻ്റെ മനുഷ്യത്വത്തെ എത്രമാത്രം അരച്ചു എന്ന് എന്നാ വാക്ക് തന്നെ ഞാൻ പറയും. ഒലിവ് ചക്കിൽ അത് എന്ന പോലെ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ വായിച്ചു കേട്ടു. ആ ഗത്സമനയിൽ അത് പ്രാർത്ഥിച്ചപ്പോഴുണ്ടായ സംഭവങ്ങൾ, അത് തൻ്റെ താടി പറിക്കാൻ ശ്രമിച്ചവർക്ക് താടി കാണിച്ചു കൊടുത്തു, കവിട് കാണിച്ചു കൊടുത്തു. അടിച്ചവരിൽ നിന്ന് മുഖം തിരിച്ചില്ല. അതുപോലെ തന്നെ തൻ്റെ മുഖം അത്ര വിരൂപമായി, മനുഷ്യൻ എന്ന് തോന്നാൻ മേലാത്ത വിധം അത് വിരൂപനായി തീർന്നു എന്ന്. അതിൻ്റെ ഷേപ്പ് മാറ്റി, ഈ അടിയും തൊഴിയും അല്ലെങ്കിൽ തലയിലെ മുൾമുടിയും ഇതെല്ലാമായിട്ട്, അത് നമുക്കറിയാം, സുന്ദരനായ യേശു, ദൈവപുത്രൻ മനുഷ്യനായി വന്ന ആ സുന്ദരൻ,
അതവൻ്റെ സൗന്ദര്യമെല്ലാം പോയി. അവനെ നോക്കുവാൻ ആളുകൾക്ക് ഭയമായിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. അവർ ആശ്ചര്യഭരിതരായി. എന്തെന്നാൽ അവൻ്റെ മനുഷ്യത്വം വിരൂപമായി. അത് എന്തിന്? ദൈവികത തന്ന് നമ്മളെ സ്വർഗീയ അപ്പം തീറ്റുവാനായിട്ട്. അത് മനുഷ്യനെന്ന് തോന്നാത്ത വിധം വിരൂപനായി ആ കുരിശിൽ, അല്ലെങ്കിൽ നമുക്കറിയാം ആ ഗെത്സമനിയിലെ സഹനം. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുവാൻ കാരണം ഈശോ സഹിച്ച സഹനത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ നാം ഓർക്കണം, അത് ഈശോ എന്തിനാണ് ഇത്രമാത്രം സഹനങ്ങൾ സഹിച്ചത്? ഈശോയുടെ ശരീരം നമ്മുടെ പോലെ ഒരു മനുഷ്യ ശരീരമായിരുന്നു. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ പാപങ്ങൾ, ബലഹീനതകൾ, രോഗങ്ങൾ എല്ലാം ഏറ്റെടുത്താണ് അവൻ മനുഷ്യപുത്രൻ ആയത്. ദൈവപുത്രനായിരുന്നു. പരിശുദ്ധൻ 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 എന്ന് മലഹമാർ പാടുന്ന ദൈവത്തിലായിരുന്നു ഏകജാതനായ യേശു. അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട്, എന്നാൽ കളഞ്ഞിട്ടില്ല, ആ രൂപം മറച്ചു വെച്ചുകൊണ്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് താൽക്കാലികമായി അത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ പുറമെയുള്ള ഒന്നും കാണിക്കാതെ 100% നമ്മെപ്പോലെ ഒരു മനുഷ്യനാകുന്നു. ഈ മനുഷ്യത്വത്തിൽ ആണ് ഈ വികൃതത്വം ഉണ്ടാകുന്നത്. നമ്മെല്ലാവരെയും ദൈവം സൃഷ്ടിച്ചത് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ആണ് എന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ദൈവം നന്മയാണ്, സർവ്വനന്മ സ്വരൂപി. അത് സൃഷ്ടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് അതാണ്. ദൈവം സ്നേഹമാണ്. നമുക്ക് ആ സ്നേഹമാണ് നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കുകയുണ്ടാകരുത്. ഇനി മാത്രമല്ല, ദൈവം വിശുദ്ധനാണ്, വിശുദ്ധിയിലാണ്, അതിവിശുദ്ധിയിലാണ്. ആ വിശുദ്ധിയും തന്നാണ് നമ്മൾ ജനിപ്പിച്ചത്, സൃഷ്ടിച്ചത്. എന്നാൽ നമ്മുടെ ജീവിതകാലത്ത് അത് മൂന്നും നമുക്ക് നഷ്ടപ്പെട്ടു. ഈ സ്നേഹവും ഈ വിശുദ്ധിയും നന്മയെല്ലാമായി അങ്ങനെ തിന്മ നിറഞ്ഞ് ആ ആന്തരികത, നമ്മുടെ ആന്തരികത വികൃതമായി തീർന്നു. അതാണ് കർത്താവ് ശരീരത്തിൽ വഹിച്ചത്. നാം അത് ധ്യാനിക്കുമ്പോൾ നാളെ പ്രത്യേകമായിട്ട് നിങ്ങൾ ധ്യാനിക്കും ഈശോയുടെ കുരിശുമരണത്തെയും പങ്കപ്പാടിനെയും പറ്റി. അപ്പോൾ ഓർക്കണം, ഞാൻ ആണ് ആ കുരിശിൽ കിടക്കുന്നത്. ഞാനാണ് ഈ ചക്കിലാട്ടുന്ന പോലെ ആട്ടപ്പെടേണ്ടത്. ഞാനാണ് ഈ ശിക്ഷ സഹിക്കേണ്ടത്. എന്നാൽ അവസാനം വരെ നമ്മെ സ്നേഹിച്ചു. അതിനാൽ അത് ഏറ്റെടുത്തു നമുക്ക് പകരമായി. കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ വലിയ സ്നേഹമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. എന്ന് ഓർക്കണമേ. എന്തിന്? നാമും ഒരു ദൈവിക സ്വഭാവം സ്വീകരിച്ചു. അതാണ് ഈ 3 സ്വഭാവം നമുക്ക് നൽകിക്കൊണ്ട് കർത്താവ് ചെയ്തത്, ദൈവം ചെയ്തത്. ദൈവമായ യേശു മനുഷ്യനായി തീർന്നതുപോലെ ജ്ഞാനസ്ഥാനത്തിൽ നമുക്കും ഒരു ദൈവികത കിട്ടി. മനുഷ്യനായിരുന്ന നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമായി ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് കിട്ടി. എൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഒരു ഭൗമിക ശരീരം ഉണ്ടെങ്കിൽ നമുക്കൊരു ആത്മീയ ശരീരവും ഉണ്ട്. നമ്മൾ വായിക്കുന്നു 1 കൊരിന്ത്യർ അധ്യായം 15 വചനം 44. അപ്പോൾ ഈ ആത്മീയ ശരീരം ശക്തിയുള്ളതായിരിക്കണം, വർണ്ണഭംഗിയുള്ളതായിരിക്കണം, പ്രശോഭിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിൽ എത്തിച്ചേരാൻ കഴിയൂ. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വാക്കുറക്കണമേ. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ നീതിയുടെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ അവസ്ഥയാണ്. ഇതിലേക്ക് നമ്മളെ ഉരുവാക്കുവാൻ, വീണ്ടും നമുക്ക് തിരിച്ചു തരുവാനായിട്ട് നമ്മളായിരിക്കുന്ന നമ്മുടെ എല്ലാ വികൃതങ്ങളും ഏറ്റെടുക്കുക. അതാണ് സ്നേഹം. മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുന്നതിൽ പരം ഒരു സ്നേഹമില്ല എന്ന് നമുക്കറിയാം. എന്തിന്? ആത്മീയതയിൽ നമുക്ക് ആഹാരമായി തീരുവാൻ. ഇത് ഞാൻ ജീവനുള്ള അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. അപ്പമായി മാറാൻ നിങ്ങൾക്കറിയാം. നിങ്ങൾ നാക്കിൽ സ്വീകരിക്കുന്ന ഓസ്തി എന്ന് പറയുന്നത് വിവിധ ഗോതമ്പുകൾ അരച്ച്, നമുക്കറിയാം, അതിൻ്റെ പൊടിയെടുത്ത് ആണ് ഉണ്ടാക്കുന്നത്. ഒരു ഗോതമ്പിൽ നിന്നല്ല, പല ഗോതമ്പുകൾ ചക്കിൽ തരയ്ക്കുന്ന പോലെ ഇടിച്ച് പൊടിച്ച് വെള്ളത്തിൽ കലക്കി അതിൻ്റെ 100 കൊണ്ടാണ്
അപ്പം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം മുന്തിരിച്ചാറ്, വിവിധ മുന്തിരിക്കുലകൾ ആട്ടി അതിൽ നിന്നുണ്ടാക്കുന്ന ചാറ്. വേറെ ഭാഷയിൽ പറഞ്ഞാൽ ആ അപ്പവും വീഞ്ഞും കാണിക്കുന്നു വീണ്ടും ഗസ്സമൈൻ എന്ന് പറഞ്ഞാൽ ചക്കാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ആ വിശുദ്ധ കുർബാനയെ നോക്കിക്കൊണ്ട് നമ്മൾ ധ്യാനിക്കേണ്ടത്. എനിക്ക് വേണ്ടി ചക്കിൽ അരയപ്പെട്ട കർത്താവ് അപ്പമായിത്തീരുന്നു. അത് സ്വർഗീയ അപ്പം. എന്തിന്? എൻ്റെ സ്വർഗീയ മനുഷ്യനെ, അത് എൻ്റെ ആന്തരിക മനുഷ്യനെ, മാത്രമല്ല എൻ്റെ ഉള്ളിൽ രൂപാന്തരപ്പെട്ട മാമോദിസായിൽ ആത്മാവിലൂടെ രൂപാന്തരപ്പെട്ട എൻ്റെ ആത്മീയ മനുഷ്യന് ഭോജനമായി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദിവസവും നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് ഈശോ പഠിപ്പിച്ചത്, അന്യപ്പം ഞങ്ങൾക്ക് തരണമേ. ഈ അന്യപ്പം എന്നുമുള്ള അപ്പം തിന്നില്ല എങ്കിൽ നമ്മൾ ക്ഷീണിതരാകും, രോഗികളാകും, മരിച്ചു പോകും. ഇവിടെയാണ് അത് ബലിയുടെ അർത്ഥം, കുർബാനയുടെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. ആ ഈശോ മനുഷ്യരെ തിരിഞ്ഞ് ആ കുരിശിൽ കിടക്കുന്നത് കാണാൻ സാധിക്കും. പറയുകയാണ്, ഇതാണ് നിനക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, ജീവനുള്ള അപ്പം. ഇതാണ് നിനക്ക് പാനം ചെയ്യുവാനുള്ള എൻ്റെ രക്തം. കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞാനിവിടെ എൻ്റെ മുറിയിലിരിക്കുമ്പോൾ വന്നു. പതിവായി കരിഷ്മാവിലെ ധ്യാനത്തിൽ കുർബാനയിൽ സംബന്ധിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹം തൻ്റെ സാക്ഷ്യം എന്നോട് പറഞ്ഞു. അതെ, ഒരു ദിവസം ആകസ്മികമായിട്ടെന്ന പോലെ ആരോ പറഞ്ഞത് കേട്ട് കരിഷ്മാവിൽ കുർബാന കാണാൻ ഞാൻ വന്നു. അത് ഞാൻ കണ്ടു. അച്ഛൻ ഈശോയുടെ ശരീരം മുറിച്ച് അതിൻ്റെ ഒരു ഭാഗം രക്തത്തിൽ ഇടുന്നു. അതിനു മുമ്പ് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. എനിക്ക് നല്ലപോലെ കാണാമായിരുന്നു. കാരണം അച്ഛൻ ഞങ്ങളെ നോക്കിയാണ്, അഥവാ ഞങ്ങളെ കണ്ടുകൊണ്ടാണ് ഈശോ ഞങ്ങളെ കാണുന്നുണ്ടായിരുന്നു അവനിലൂടെ. അപ്പോൾ കണ്ടു രണ്ടും കൂടി അത് ശരീരം രക്തത്തിലേക്ക് മുക്കുന്നത്. എൻ്റെ അച്ഛൻ ആ സമയം എനിക്കുണ്ടായ അനുഭവം വലിയ അനുഭവമായിരുന്നു. അത് അന്നു മുതൽ ഞാൻ എന്നും ബലിക്ക് പോകും, കഴിവരും കരിഷ്ഭവനിൽ. അതിന് കാരണമുണ്ട്. ഇവിടുത്തെ ഓരോ ബലിയിലും ഞാൻ കാണുന്നത് ആ വലിയ അത്ഭുതമാണ്. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സ്രോതസ്സ്. അത് റിട്ടയറായിട്ടും അത് പെൻഷൻ പറ്റിയിട്ടും ഇപ്പോഴും അദ്ദേഹം ജോലി ചെയ്യുകയാണ്. ആ ജോലിയുടെ ശക്തി എനിക്ക് കിട്ടുന്നത് ഈശോ മുറിച്ച് ആ ജീവൻ ഉള്ള അപ്പം എനിക്ക് തരുമ്പോൾ ആണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഏറെ പേർ വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് മാത്രം ജീവിച്ചത്. ഫ്രാൻസിൽ ഒരു മാർത്ത റോബിൻ ഉണ്ടായിരുന്നു. 51 വർഷം കിടപ്പ് രോഗിയായിരുന്നു. അത് വെള്ളം പോലും കുടിക്കാതെ വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചു. നമ്മുടെ ബിജലിച്ചിന് ഇപ്പോൾ വരുന്നത് സ്വിറ്റ്സർലൻഡിൽ ധ്യാനവും കഴിഞ്ഞ് അമേരിക്കയ്ക്ക് പോയിട്ടാണ്. സ്വിറ്റ്സർലൻഡിൻ്റെ മധ്യസ്ഥനായ നിക്കളാസ്, അവൻ കല്യാണം കഴിച്ച് 10 മക്കളും ഉണ്ടായിരുന്നു. അയാൾക്ക് 50 വയസ്സ് പ്രായമുള്ളപ്പോൾ പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞു, ഒരു സന്യാസിയാകാൻ, ഒരു താപസ്യൻ ആകാൻ. ഭാര്യയോട് പറഞ്ഞു. ഭാര്യ സമ്മതിച്ചു, മക്കളും സമ്മതിച്ചു. അതെ, വിജനപ്രദേശത്ത് മരുഭൂമി പോലെ ഒരു വനത്തിലേക്ക് പോയി 20ഓളം വർഷം അവിടെ തപസ്സനുഷ്ഠിച്ചു, പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. വെറും വിശുദ്ധ കുർബാന സ്വീകരിച്ചു കൊണ്ട് മാത്രം. ഹല്ലേലൂയ. ഇതുപോലുള്ള പലരുടെയും അത്ഭുതങ്ങൾ നിങ്ങൾ ഇവിടുത്തെ അച്ഛന്മാർ പറഞ്ഞു, പുസ്തകത്തിൽ നിന്നൊക്കെ വായിച്ചിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളും അതെ ഇപ്രകാരം അതിവിശുദ്ധരായ മനുഷ്യർ ഭക്ഷിച്ചത് ഈശോയുടെ ശരീരമാണ്. അപ്പോൾ ആത്മീയ മനുഷ്യന് വേണ്ടി മാത്രമല്ല, ശാരീരിക മനുഷ്യന് വേണ്ടി കൂടി. അഥവാ ആധ്യാത്മിക മനുഷ്യൻ ഈ സ്വർഗത്തിൽ നിന്നുള്ള അപ്പം തിന്നുമ്പോൾ, കുടിക്കുമ്പോൾ ആ ശാരീരിക മനുഷ്യനും ശക്തനാകുന്നു. ഈ രഹസ്യം നമുക്ക് പലപ്പോഴും അറിഞ്ഞുകൂടാ. മാംസത്തിനോ രക്തത്തിനോ സ്വർഗരാജ്യം അവകാശപ്പെടുത്തുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ ശേഷമാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് വളരെ വ്യക്തമായിട്ട്, നിങ്ങൾക്കൊരു ശാരീരിക ഭൗമിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഈ അപ്പത്തിന് വേണ്ടിയാണ് ഓരോ ദിവസവും വരേണ്ടത്. അവ യേശു വിളിക്കുകയാണ് ആൾത്താരിൽ നിന്ന്, വരൂ ഭക്ഷിക്കൂ. അത് സ്വീകരിക്കൂ എന്നല്ല ഉപയോഗിച്ച വാക്ക് ഇംഗ്ലീഷ് ഈറ്റ്. നമ്മൾ കപ്പയും ചക്കയൊക്കെ തിന്നുന്ന പോലെ
തിന്ന് എന്നാണ് ഉപയോഗിച്ചത്. അത് ഡ്രിങ്ക്, കുടിക്കൂ എന്നാണ്. സ്വീകരിക്കൂ, നമ്മൾ അതിനെ ലഘൂകരിച്ചതാണ്. അത് വന്ന് തിന്നു എൻ്റെ ശരീരം, അത് വന്ന് എൻ്റെ രക്തം കുടിക്കൂ. അതുകൊണ്ടാണ് യഹൂദർക്ക് മനസ്സിലാകാതെ 5000-ൽ പരം ആളുകൾ വലിയ വലിയ ഒരു അത്ഭുതം കണ്ടു, എന്നിട്ടും വിശ്വസിക്കാതെ ഇറങ്ങിപ്പോയത്. ആ 12 മുക്കോപ്പിള്ളേർ മാത്രം അത് അവശേഷിച്ചത്. പ്രിയമുള്ളവരെ, നമുക്ക് ചിന്തിക്കാം ആഴമായി. ഇന്നും എന്നും അത് വിശുദ്ധ കുർബാനയെ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഈശോ ആ ഗെത്സമനയിൽ വെച്ച് പറഞ്ഞു, അതെ, ഇതാ ഞാൻ അസ്വസ്ഥനായിരിക്കുന്നു, ഈ സമയം ഞാൻ വേദനിക്കുന്നു. എന്നാൽ കർത്താവേ, ഈ വേദനയിലേക്ക്, ഈ മണിക്കൂറിലേക്ക് വരാനാണ് അങ്ങനെ അയച്ചത്. അതിനുശേഷം പറയാണ്, പിതാവേ, അങ്ങേ നാമം മഹത്വപ്പെടുത്തണമേ. അപ്പോൾ കർത്താവിൻ്റെ ഒരു സ്വരം, പിതാവിൻ്റെ ഒരു സ്വരം കേട്ടു, കൂടെ നിന്നവരും കേട്ടു, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടും. ഹല്ലേലൂയ. യേശു കുരിശിൽ മഹത്വീകരിക്കപ്പെടുകയായിരുന്നു. ഇവിടെ 2 വാക്കുകൾ നിങ്ങൾ മറക്കരുത്: യേശുവിൻ്റെ മഹത്വീകരണവും യേശുവിൻ്റെ ഉത്ഥാനവും. ഉത്ഥാനം മരിച്ചടക്കിയിട്ട് 3-ാം ദിവസമായിരുന്നു. എന്നാൽ കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ അവൻ മഹത്വീകരിക്കപ്പെട്ടു. അതായത് ഈ ചതച്ച് വിരൂപമായവനെ അത് ഉയർത്തിയപ്പോഴാണ് അവൻ ഞാൻ ദൈവമാണ് എന്ന് വെളിപ്പെടുത്തിയത്. അവിടെ വെച്ചാണ് എല്ലാവരെയും അവനിലേക്ക് ആകർഷിച്ചത് എന്നോർക്കൂ. അപ്പോഴാണ് പിതാവ് പറഞ്ഞത്, ഇപ്പോൾ ഞാൻ മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്നു, ഇവനും മഹത്വപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ പാപം മുഖാന്തരം നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി 6-ാം അധ്യായം വചനം 6. മനുഷ്യൻ്റെ പാപം കണ്ട് അവൻ്റെ ഹൃദയം മുറിഞ്ഞു, വേദനിച്ചു. അതിന് പരിഹാരമായിട്ടാണല്ലോ തൻ്റെ ഏകജാതനായ യേശുവിനെ അയക്കുന്നത്. ആ വേദനിക്കുന്ന പിതാവ് മകനിൽ കാണുകയാണ് നാം ഓരോരുത്തരെയും. അത് ഇപ്രകാരം ചക്കിൽ താട്ടുന്ന പോലെ ആട്ടി സഹനങ്ങൾ കഴിഞ്ഞപ്പോൾ ആ യേശുവിൽ വിളങ്ങിയ തേജസ്സുറ്റ ഈശോയെ കണ്ടു മകനെ. ആ മകനിൽ നിങ്ങളും ഞാനും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. വചനം മാംസമായി എന്ന് പറയുമ്പോൾ ആ ഒറ്റ വാക്കിൽ തന്നെ മക്കളെ, അന്ന് വരെ ജീവിച്ചവരും അന്ന് ജീവിക്കുന്നവരും പിന്നീട് ജീവിക്കാനുള്ള ആളുകളും നമ്മളും ഉണ്ടായിരുന്നു. നമ്മൾ ഓരോരുത്തരെയും സ്വന്തം ശരീരത്തിൽ വഹിച്ച് ഇപ്രകാരം വികൃതനായപ്പോൾ, തൻ്റെ മനുഷ്യത്വം വികൃതമാക്കിയപ്പോൾ, നമുക്ക് വീണ്ടും ആ നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ സ്വഭാവം, ആ രൂപം തരുവാനായിട്ട് ഇരുന്നപ്പോൾ, ആ ഈശോയുടെ ശരീരത്തിൽ നിന്നെയും എന്നെയും പിതാവ് കണ്ടു. ആ പിതാവ് പറയാണ്, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ആ മഹത്വപ്പെട്ട ശരീരമാണ് വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ തിന്നുന്നത്. നിങ്ങൾ ആ മഹത്വീകരിക്കപ്പെട്ട രക്തമാണ് കുടിക്കുന്നത്. അതിലാണ് നിൻ്റെ ഉടമ്പടി. ഞാൻ പറഞ്ഞ ഇന്നത്തെ ദിവസത്തിൻ്റെ 3-ാമത്തെ പ്രാധാന്യം, അതായത് രക്തത്തിൻ്റെ ഉടമ്പടി. ആ ശരീരം രക്തത്തിൽ മുക്കി വൈദികൻ കാസായിൽ ഇടുന്ന പോലെ നമ്മുടെ ചുടുരക്തം ഈശോയുടെ രക്തത്തോട് ചേർന്നുകൊണ്ട് ഈശോയെ മുഴുഹൃദയത്തോടെ പൂർണ്ണശക്തിയോടെ കൽപ്പന പാലിച്ചു ഞാൻ ജീവിക്കും, അതുപോലെ എൻ്റെ സഹോദരയും സ്നേഹിക്കും. അപ്പോൾ അതാണ് ഉടമ്പടി. നാം ഉടമ്പടിയുടെ മക്കൾ ആണ്. ദൈവത്തിന് നന്ദി പറയാം, സ്തോത്രം അറിയാം. നമ്മൾ ക്രിസ്ത്യാനികൾ ഈ ഉടമ്പടി എടുത്തെങ്കിൽ നിശ്ചയമായിട്ടും ദിവസവും ഈ ഉടമ്പടി നടത്തി ആന്തരികമായി നമുക്ക് കിട്ടിയ വ്യക്തിത്വം, അഥവാ നമ്മുടെ ആത്മീയ മനുഷ്യനെ, ആത്മീയ ശരീരത്തെ പോഷണം നൽകി വളർത്തണം. അല്ലെങ്കിൽ നമ്മൾ ബലഹീനരാകും, രോഗികളാകും, ഒരുപക്ഷെ മരിച്ചും പോകും. അതിന് പ്രധാന കാരണവും നമുക്കറിയാം, പാപം ചെയ്ത് വൈകൃതമായ നമ്മുടെ മനുഷ്യത്വം. അത് നമുക്കറിയാം. വിശുദ്ധ കുർബാന സമയം അതേപ്പറ്റി പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ അധ്യായം 11:26, നിങ്ങൾ അവൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ മരണമാണ് പ്രഖ്യാപിക്കുന്നത്. ഹല്ലേലൂയ. ഓരോ ബലിയും കാൽവരി യാഗമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അത് അവസാനത്തെ അത്താഴം മാത്രമല്ല. ചില ആളുകൾ അവസാനത്തെ അത്താഴത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കും, മറ്റു ചിലർ കുരിശിലെ യാഗത്തിന്.
അതിനുവേണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ സഭയിൽ അത് അടിപിടി നടക്കുന്നത്. ഇത് രണ്ടും കൂടി ചേർന്നതാണ് പ്രിയ മക്കളെ. അത് ബലി ഈശോ അത് അപ്പമായി, സ്വർഗീയ അപ്പമായി മാറി നമുക്കായി തന്നു. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം, സ്തോത്രം പറയാം. അത് തിരുസഭ എല്ലാ വർഷവും ഈ തിരുനാൾ അത് കൊണ്ടാടുന്നു. ഈ സ്നേഹത്തിൻ്റെ തിരുനാൾ. സ്നേഹം പങ്കുവയ്ക്കലാണ്, പങ്കുവയ്ക്കാത്ത സ്നേഹമല്ല. ഓർക്കണമേ, നമ്മളുടെ സ്നേഹത്താൽ ദൈവം മനുഷ്യനായി. വലിയൊരു പങ്കുവയ്ക്കലിന് ദൈവമായിട്ട് സ്വർഗത്തിരിക്കുകയായിരുന്നെങ്കിൽ പങ്കുവയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ പങ്കുവയ്ക്കുന്നു. നമ്മുടെ പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾ ഏറ്റെടുക്കുന്നു മനുഷ്യ സ്വഭാവത്തിലൂടെ. ആ മരണത്തിന് തലേ നാൾ ഓർത്തു, ദൈവമേ, ഈ അതിരുമ്പോഴുള്ള കാര്യശ്രമങ്ങളിലും അല്ലെങ്കിൽ കേരളത്തിലും ലോകത്തിലും എല്ലാവർക്കും ഈ സംരംഭമാകാൻ ഞാൻ എന്തു ചെയ്യണം? അപ്പമെടുത്ത് വാഴ്ത്തി പറഞ്ഞു, ഇതെൻ്റെ ശരീരമാക്കുന്നു. എളിമയുടെ ആഴം. മറ്റുള്ളവർക്ക് സ്വയം വിഭജിച്ച് കൊടുക്കണമെങ്കിൽ നിശ്ചയമായി നാം ഇല്ലാതാകണം. നമ്മുടെ സ്വഭാവം മാറണം. നമ്മൾ ഉന്നതത്തിലിരുന്നാൽ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റത്തില്ല, ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റില്ല, മാതാപിതാക്കളെ സ്നേഹിക്കാൻ സാധ്യമല്ല. നമ്മൾ മനുഷ്യനാകണം, അപ്പമാകണം, മറ്റുള്ളവർക്ക് മുറിച്ചു കൊടുക്കുന്നവരാകാൻ അപ്പോഴേ കഴിയൂ. ആ മുറിച്ചു കൊടുക്കുന്ന ഈശോയാണ് നമ്മൾ കുരിശിൽ കാണുന്നത്. അതെ, അവസാനത്തെ തുള്ളിച്ചോര പോലും ആത്മാവും ദൈവീത്വവും പോലും നമുക്ക് പങ്കുവയ്ക്കുന്നു. ഇത് നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഒരിക്കലും മയാതെ നിൽക്കട്ടെ. ഇതാണ് വിശുദ്ധ കുർബാന, വിശുദ്ധ ബലി. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കൈകൾ മാറോട് ചേർത്ത് വെച്ച് നമുക്ക് ആ ബലിയിൽ അവസാനത്തെ അത്താഴത്തിലും കുരിശിൻ്റെ ചുവട്ടിലും കടന്നു വരാം. രണ്ടും കൂടി ഒന്നിച്ചാഘോഷിക്കുന്ന ഈ ബലിയിൽ ഭക്തിപൂർവ്വം പങ്കുകൊള്ളാം. ഇവിടെ നമ്മൾ അത് രൂപാന്തരപ്പെടട്ടെ. ആ അപ്പസ്തലന്മാരുടെ മുമ്പിൽ രൂപാന്തരീകരണമുണ്ടായതുപോലെ ഈശോ രൂപാന്തരപ്പെട്ടു. ഇടത്തും വലത്തും പത്രോസും ഏലിയായി രൂപാന്തരപ്പെട്ട് പ്രത്യക്ഷരായി. നമ്മും ദൈവരാജ്യത്തിൽ ഒരിക്കൽ അവരെപ്പോലെ രൂപാന്തരപ്പെട്ട് പ്രത്യക്ഷർ ആകണം. ഇതിനാണ് ഞാനും നിങ്ങളും ഈ വിളിക്കപ്പെട്ടിരിക്കുന്നത്, രാജകീയ പുരോഹിത ഗണമായി. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ആമേൻ. സുവിശേഷം